ഇവിടെ CIC-യും സമസ്തയും തമ്മിലുള്ള വിഷയമൊന്നുമല്ല പ്രധാന വിഷയം. അതൊക്കെ ഒരു ടൂള് മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അസ്തിത്വത്തെയും സമസ്തയുടെ ആധിപത്യത്തെയും സമൂഹത്തിലുള്ള അംഗീകാരത്തെയും കുറച്ചു കാണിക്കാനും നശിപ്പിച്ചു കളയാനും കാലങ്ങളായി ഇവിടെ ചില കേന്ദ്രങ്ങൾ കാര്യമായ പണിയെടുക്കുന്നുണ്ട്. അവര് പല നിലക്കുള്ള പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ നേതാക്കൾക്കെതിരെ, സമസ്തയുടെ ചില തീരുമാനങ്ങളെ, ഇങ്ങനെയൊക്കെ പല കളികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ അപ്രമാദിത്വത്തെ തകർക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ, അതൊക്കെ ആരാന്നുള്ളത് എല്ലാവർക്കും ഒക്കെ കേരളത്തിലുള്ള കണ്ണും കാതുള്ള മനുഷ്യന്മാർക്കൊക്കെ കുറെയൊക്കെ അറിയാലോ ഏത് കേന്ദ്രങ്ങളായിരിക്കുന്നു. നിലവിലെ ലൈവായിട്ട് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വിലയിരുത്തി ചെയ്യുന്ന ആർക്കും അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ അവർക്ക് സുന്നത്ത് ജമാഅത്ത്, സമസ്ത ഇത്തരം കാര്യങ്ങളിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. മറ്റുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളെക്കാൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പൂർണ്ണമായ യശസ്സിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ അസ്വസ്ഥതപ്പെടുന്ന ചില കേന്ദ്രങ്ങൾ, അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. സമസ്തയെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയുള്ള പല നിലക്കുള്ള ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടേണ്ടായിരുന്നു. അതിന്റെ ഇടക്കാണ് ഈ CIC-യുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ഈ CIC-യെ ആ വിഭാഗം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത അതാണ്. CIC ആവട്ടെ, CIC-യുടെ നേതാവിനെ നമുക്കറിയാലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം സമൂഹത്തോടോ ശിഷ്യന്മാരോടോ ഉമ്മത്തിനോടോ അയാൾക്ക് ഒരു ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് പുറത്തുനിന്നൊക്കെ കണ്ടും അറിഞ്ഞും ചില താല്പര്യമുള്ള ചില പ്രത്യേകമായ ആശയങ്ങളുണ്ട്. ഈ ആഗോളാശയം, ആ നിലക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയെയും ഒരു വിഭാഗത്തെയും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി അയാളും കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അതിന്റെ ഫലമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ എങ്ങനെങ്കിലും ഉടക്ക് വെക്കാനുള്ള എല്ലാ കളികളും അദ്ദേഹം നടത്തിയത്. അപ്പോ ഈ വിഭാഗം ശരിക്ക് അവരെ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അത് മാത്രമാണ് ഇവിടെ പ്രശ്നം എന്നൊന്നും ആരും വിചാരിക്കണ്ട. ആദ്യം അവര് സമസ്തയുടെ ചില നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പ, അതേപോലെ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ സമസ്തയുടെ സമുന്നതരായ നേതാക്കളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ദുഷ്പ്രചാരണങ്ങളും ആരോപണങ്ങളും നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. വ്യാജ അക്കൗണ്ടുകളും വ്യാജ ഐഡികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വിലപ്പോവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളിൽ ചില ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുക. കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കും. ഇത് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അതൊരു നിങ്ങൾ നോക്ക്, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? സത്താർ പന്തല്ലൂരിനെ സഖാവാക്കിയില്ലേ? അങ്ങനെ എത്രയെത്ര ആലിമീങ്ങളെയാണ് ഇവർ സഖാക്കളാക്കി മാറ്റിയത്. സഖാക്കളാക്കിയിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് ഏജന്റുമാരാണ്, അവര് സഖാക്കളാണ് എന്ന് പച്ചയായിട്ട് എഴുതുകയാണ്. ആരാ എഴുതുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ലീഗിന്റെ ആളുകളൊന്നല്ല. ഈ സമസ്തയുടെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും തെറി പറയാനും അവർക്കെതിരെ തോന്നിവാസം എഴുതാനും മാത്രം ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്ന വ്യക്തികളും വാട്സപ്പിലെ ചില ഗ്രൂപ്പുകളും. ഉമ്മത്ത് മുന്നോട്ട് എന്ന ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ എനിക്കെതിരെ ഈ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കിയപ്പെട്ട ഗ്രൂപ്പ്, സകല ഫിത്തനയും അവിടെ നിന്നാണ് വരുന്നത്. ആ സംഘത്തെയാണ് നമ്മൾ സ്വഹാബികൾ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഈ പ്രവൃത്തി ഏകദേശം ഫലം കണ്ടിട്ടുണ്ട്. അതിന്റെ അനന്തര ഫലമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളായ പലരും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും സമസ്തക്കെതിരെയും ഇവരുടെ ഭാഷയിൽ ഷജറ പ്രയോഗവും ഇവരുടെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് ആരോപണവും നടത്തിപ്പോന്നത്. ശില്പികൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗമാണ്. അവരൊന്ന് മാറ്റിപ്പിടിച്ചതാണ് ഇതിനെ മറ്റൊരു രാഷ്ട്രീയ ലൈനിലേക്ക് കൊണ്ടുപോയി ഇതിനെ കുളമാക്കുക എന്നത്. സോഷ്യൽ മീഡിയ ലീഗുകാരായ ചില ആളുകൾ, അവർക്ക് പ്രാസ്ഥാനികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാവില്ല, വർക്ക് ചെയ്ത ഒരു പരിചയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളും ഇവരുടെ കൂടെ കൂടി കൊടുക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പിന്നെ പലരും സമസ്തയുടെ നേതാക്കൾക്കെതിരെ പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ വേണ്ടി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാതെ പോകുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താ? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞല്ലോ, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിൽ വന്നാൽ അത് പരിഹരിക്കും, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, സമസ്തയുടെ തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചില്ലെങ്കിൽ സ്വാദിഖ് അതിന്റെ തലപ്പത്തുണ്ടാവില്ല എന്ന് സമൂഹത്തോട് പറഞ്ഞോളൂ എന്ന് എന്നോട് പറഞ്ഞു എന്ന് പൂക്കോട്ടൂർ പരസ്യമായി പ്രസംഗിച്ചതല്ലേ? തൊയ്യബ് വൈസി പ്രസംഗിച്ചില്ലേ? അപ്പൊ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കലും അവരോട് കളവ് പറഞ്ഞവരെ വണ്ടി കയറ്റിയതല്ലത്. തങ്ങൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞത്.
പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതിന് തടസ്സമുണ്ടായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കാതെ പോയത് എങ്ങനെയാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയ കുറെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ആരാണ് കാരണക്കാരെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇത് തീരരുത്, ഈ ടൂൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അവർക്ക്. ആ ടൂള് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കപ്പെടാതെ അനന്തമായി ഇത്രയും വർഷം നീണ്ടു പോണത്. ഇതൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം.